ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, എങ്ങനെയാണ് സൺസ്ക്രീനിൻ്റെ ഇൻഗ്രീഡിയൻസ് വർക്ക് ആവുന്നത്, അത് എങ്ങനെ സ്കിന്നിൽ വർക്ക് ചെയ്യും, യു വി റേസിൽ നിന്ന് ശരിക്കും നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ ഈ സൺസ്ക്രീനിനെ കൊണ്ട് പറ്റുമോ, ടാനിങ്ങും ബേണിങ്ങും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. സോ സ്കിൻ ടൈപ്പ് നോക്കാതെ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണോ എന്ന് നോക്കുക. SPF 30 എങ്കിലും മിനിമം വേണം. 50 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരിക്കണം. SPF 30 മിനിമം വേണം. ബെറ്റർ SPF 50 ആണ്. PA++ കാണണം. ലൈറ്റ് ആയിരിക്കണം. കംഫർട്ടബിൾ നമുക്ക് ഇടാനും ഒരു കംഫർട്ടബിൾ ആയിരിക്കണം. നോൺ ഇറിറ്റേറ്റിംഗ് ആയിരിക്കണം. ഫ്രേഗ്രൻസ് ഫ്രീ ആയിരിക്കണം. ആൽക്കഹോൾ കണ്ടൻ്റൊക്കെ വളരെ കുറവായിരിക്കണം. ഇതൊക്കെ ജനറലി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇനി സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ ഹൈഡ്രേഷൻ തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ. പിന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ മോയ്സ്ചറൈസറും ക്ലെൻസറും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് വരുന്ന ഹൈലറോണിക് ആസിഡ്, എന്താണ് നമ്മുടെ ഗ്ലിസറിന്, സെറാമൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഷിയ ബട്ടർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഒരു ക്രീമി ടെക്സ്ചർ ലോഷൻ ടൈപ്പ് ടെക്സ്ചറൊക്കെ വരുന്ന സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ജനറലായിട്ട് പറയുന്നൊരു കാര്യം, ഫ്രേഗ്രൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, അല്ലെങ്കിൽ ചെറിയ മൈൽഡ് ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഒരു 2 ബ്രാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാമാഅർത്തിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്. ഇത് നല്ലതാണ്. ഇനി ഓയിലി സ്കിൻകാർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം എക്സസ് ആയിട്ട് ഓയിലി സ്കിന്നിന് സെബം പ്രൊഡക്ഷൻ സെബം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് തേച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. സോ ഒരു ജെൽ ബേസ്ഡ് ടെക്സ്ചർ ആയിട്ടുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഓയിൽ ഫ്രീ എന്നുള്ള ലേബലൊക്കെ ഉള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ നിയാസിനമൈഡും സിലിക്ക ഫില്ലേഴ്സും ഒക്കെ വരുന്ന ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. റീഇക്വലിൻ്റെ സൺസ്ക്രീനും ന്യൂട്രോജനയുടെ സൺസ്ക്രീനും നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർ എങ്ങനെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം നമുക്ക്. അതായത് ഹൈഡ്രേഷനും തരണം, അതുപോലെ ഓയിൽ കൺട്രോളും തരുന്ന ടൈപ്പ് സൺസ്ക്രീനുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇത് ഒരു ഹൈബ്രിഡ് ജെൽസ് അല്ലെങ്കിൽ ലൈറ്റ് ലോഷൻ ഫ്ലൂയിഡ് ടൈപ്പായിട്ടുള്ള സൺസ്ക്രീനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഈ സൺസ്ക്രീനിൻ്റെ ലെവലിൽ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തത് വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട്. 2 ടൈപ്പ് ഞാൻ പറയുന്നത് ഓർഗാനിക് ഹാർവസ്റ്റിൻ്റെയും മിനിമലിസ്റ്റിൻ്റെയും സൺസ്ക്രീനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ജനറലായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ കൂടുതൽ തരുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുക. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിൽ ഓയിൽ കൂടാൻ പാടില്ല. കോമ്പിനേഷൻ ആണെങ്കിൽ ഹൈഡ്രേഷനും തരണം, ഓയിൽ കൺട്രോളും ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.